മിവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പെത്തി. 10ാം ക്ലാസ്സിൽ യോഗ്യത നേടിയ എല്ലാ കുട്ടികൾക്കും തുടർ പഠനത്തിന് അവസരമൊരുക്കും. വിശദ വിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. SSLC പരീക്ഷയിൽ യോഗ്യത കിട്ടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപരിപഠന സാധ്യത ഉറപ്പാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പ് മന്ത്രിയുമായ വി ശിവൻകുട്ടി. 2025 മെയ് 14 +1 പ്രവേശനത്തിനായി അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകൾക്ക് സ്വന്തമായോ അല്ലെങ്കിൽ 10ാം തരം പഠിച്ചിരുന്ന ഹൈസ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ഹെഡഡ് സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും പ്രയോജനപ്പെടുത്തി +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണെന്നും മന്ത്രി. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് 20 ഓർത്തുവെക്കേണ്ട മറ്റൊരു പ്രധാന തീയതികൾ: ട്രയൽ അലോട്ട്മെൻറ്റ് തീയതി മെയ് 24, ആദ്യ അലോട്ട്മെൻറ്റ് തീയതി ജൂൺ 2, രണ്ടാം അലോട്ട്മെൻറ്റ് തീയതി ജൂൺ 10, മൂന്നാം അലോട്ട്മെൻറ്റ് തീയതി ജൂൺ 16. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലൂടെ ഭൂരിഭാഗം സീറ്റുകളിൽ പ്രവേശനം ഉറപ്പാക്കി 2025 ജൂൺ 18 +1 ക്ലാസുകൾ ആരംഭിക്കും. മുഖ്യഘട്ടം കഴിഞ്ഞാൽ പുതിയ അപേക്ഷകൾ ക്ഷണിച്ച് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലൂടെ ശേഷിക്കുന്ന ഒഴിവുകൾ നികത്തി 2025 ജൂലൈ 23 പ്രവേശന നടപടികൾ അവസാനിപ്പിക്കുന്നതായിരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. എയ്ഡഡ് സ്കൂളിലെ ഓരോ കോഴ്സിലെയും ഓരോ ബാച്ചിലെയും ആകെ സീറ്റുകളിൽ 40% സീറ്റുകൾ മെറിറ്റ് അടിസ്ഥാനത്തിലും 12% സീറ്റുകൾ പട്ടികജാതി വിഭാഗത്തിന് മെറിറ്റ് അടിസ്ഥാനത്തിലും 8% സീറ്റുകൾ പട്ടികവർഗ വിഭാഗത്തിന് മെറിറ്റ് അടിസ്ഥാനത്തിലും പ്രവേശനം ഉറപ്പാക്കേണ്ടതാണ്. 60% സീറ്റുകളിൽ മെറിറ്റ്, സംവരണ തത്വം എന്നിവ പാലിച്ച് പ്രവേശനം ഉറപ്പാക്കേണ്ടത് സ്കൂൾ അധികൃതരുടെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഈ ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ.